നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ്. നമ്മളെ സതീശനല്ലേ ചാർട്ടേഡ് വിമാനത്തിലൊക്കെ പോട്ടെ എന്നാണ്. ചാർട്ടേഡ് വിമാനത്തിൽ പോയോ എന്നുള്ളതല്ല, എന്തിനു പോയി എന്നുള്ളതാണ്. ഏതാണ്ട് 1,000 കോടി ഉറുപ്പിക കൂടുതൽ കടം വാങ്ങണം എന്നാണ് വി ഡി സതീശന്റെ ബജറ്റ്. കേരളം കടമെടുക്കുന്നേ, കടക്കണിയിലായേ, കേരളം ആകെ പാപ്പരായേ എന്ന് കരഞ്ഞു നടന്ന ആളുകളാണ്. അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുൻപിൽ വാചാലനായ ഒരു കാര്യം എന്തായിരുന്നു? കേന്ദ്രം നമുക്ക് ആവശ്യമായിട്ടുള്ള പണവും തരുന്നില്ല, അപ്പോ വലിയ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ മറികടക്കാൻ പറ്റും. അദ്ദേഹം മുന്നോട്ട് വെച്ചത് 25,000 കോടി രൂപ നികുതി കുടിശ്ശികയുണ്ട് കേരളത്തിൽ, അത് പിരിച്ചിങ്ങെടുത്താൽ മതിയെന്ന്. നികുതി പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞയാൾ പിരിക്കാനുള്ള നികുതി ഒഴിവാക്കുന്നതാണ് ബജറ്റിൽ നമ്മൾ കണ്ടത്. ഇതിനൊക്കെ മലയാളത്തിൽ പല പ്രയോഗങ്ങളും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് അത്തരം പ്രയോഗങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നവരുടെ കാര്യം, അതായത് ജനങ്ങളുടെ മുൻപാകെ ഒരു കാര്യം പറഞ്ഞ് നേരെ ഘടകവിരുദ്ധമായ കാര്യം, നേർ വിപരീതമായ കാര്യം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷത്തിൻ്റെതാണ്. ഇതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മലയാളി ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവത്തിൽ മനസ്സിലാവുന്നത് നല്ലതാണ്. ആരും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, അത് നല്ലതാണ്. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം, നവലിബറൽ കാലത്ത് ചിന്തിക്കാനാവാത്ത നിരവധി പദ്ധതികൾ LDF നേതൃത്വം കൊടുത്തിരുന്നു. അതിലൊന്നാണ് ലൈഫ്. വീട് നിർമ്മിച്ചു കൊടുക്കുക. 5 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് വീട് കിട്ടി. സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമായി. ചെറിയൊരു കാര്യമല്ലല്ലോ. സ്വന്തം വീടില്ലാത്ത ഒരാൾക്ക് സ്വന്തം വീടിന്റെ വില അറിയാൻ പറ്റും. ആ പദ്ധതി ഇനിയില്ല. ഇനി ലൈഫിൽ വീട് കിട്ടും എന്നൊന്നും ആരും കരുതണ്ട. ആ പദ്ധതി ഇല്ലാതാക്കി. നവലിബറൽ കാഴ്ചപ്പാടുകൾക്കെതിരാണ് ഇതൊക്കെ. വീടില്ലാത്തവർക്ക് വീട് വേണം, പക്ഷെ സ്വന്തം ചെലവിൽ വീട് ഉണ്ടാക്കിക്കൊള്ളണം. അതാണ് നവലിബറൽ കാഴ്ചപ്പാട്. മനസ്സിലായി? ഒരു കാര്യം ജനങ്ങളോട് പറയുക, നേർ വിപരീതമായ കാര്യങ്ങൾ പ്രവൃത്തി പദത്തിലെത്തിക്കുക. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വാക്കുകൊണ്ട് വിശേഷണങ്ങൾ കൊടുക്കാവുന്നതാണ്. ഞാനായിട്ട് അതിന് നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. KSRTCയുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന വീണ്ടും വിചാരങ്ങളില്ലാത്ത സ്വകാര്യ ബസ് വ്യവസായത്തെയും തകർക്കുന്ന ഒരു നിലപാടാണ് ഇത് എന്ന് ഇപ്പോൾ തന്നെ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ വിമർശിക്കേണ്ട, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സും ഒരു മര്യാദയും നമ്മൾ പ്രകടിപ്പിക്കാം. നമ്മളിപ്പോ വിമർശിക്കാൻ പോകുന്നില്ല. ഭാവി എന്താവുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. ആ പദ്ധതി നടപ്പാക്കിയതിന്റെ ഭാഗമായി ഒരു വർഷം ഈ പദ്ധതി നിലനിൽക്കുവോ എന്ന് ഞാൻ പ്രവചിക്കാനൊന്നും പോകുന്നില്ല. ഒരു വർഷം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെങ്കിൽ നമുക്ക് കാണാം. പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് മാസം 1,000 രൂപ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു. ബജറ്റിൽ കാണാനില്ല. ഈ പറഞ്ഞതേ ഉള്ളൂ എന്ന് പണ്ടൊരു പ്രയോഗമുണ്ട്. അതായത് പറഞ്ഞതേ ഉള്ളൂ, കാര്യം നടക്കില്ല. ആ പദ്ധതിയില്ല. ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമേ ആയിട്ടില്ല. ഭരണം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഈ 1.5 മാസത്തിനുള്ളിൽ ഇത്രമാത്രം RSS വിധേയത്വവും ജനവിരുദ്ധതയും സ്വജനപക്ഷപാതവും പിടിപ്പുകേടും പ്രകടിപ്പിച്ച മറ്റൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോ പല വിധത്തിലുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ചു. തമ്മിലടി തുടങ്ങി എന്നർത്ഥം. നമ്മൾ കരുതിയ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും കോൺഗ്രസിലെ തമ്മിലടി എന്നാണ്. 6 മാസമൊന്നും വേണ്ട. ഒരു പ്രമുഖനായ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ 2 പ്രധാനപ്പെട്ട ജീവനക്കാർ ഇന്നലെ തർക്കം മൂത്ത് രാജിവെച്ചു എന്നാണ് വാർത്തയിൽ കാണുന്നത്. സത്യത്തിൽ ഒരു 100 കൊല്ലത്തെ പഴക്കമുണ്ട് നവലിബറൽ നയം എന്ന കാഴ്ചപ്പാടിന്. അപ്പം 100 കൊല്ലത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള ആൾ വരെ ജനിക്കുന്നതിന് മുൻപ് ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ആശയമാണ് നവലിബറൽ നയം. അപ്പം അത് നവമാവില്ലല്ലോ, വളരെ പഴയതാണ്. ഇപ്പം നവമാധ്യമങ്ങൾ എന്നിപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ നവമാധ്യമങ്ങൾ എന്ന് പ്രയോഗിക്കുന്ന പ്രത്യേക മാധ്യമങ്ങളൊക്കെയും യാഥാർത്ഥ്യമായിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പോൾ ഇപ്പോൾ ആ പ്രയോഗവും അപ്രസക്തമാണ്. സാമൂഹ്യ മാധ്യമം അഥവാ സോഷ്യൽ മീഡിയ ആണ് ശരിയായിട്ടുള്ള പ്രയോഗം.
നമ്മളൊക്കെ ഇനി നവമാധ്യമം എന്നുള്ള പ്രയോഗം മാറ്റാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നവലിബറൽ നയങ്ങൾക്കൊരു 100 കൊല്ലത്തെ പഴക്കമുണ്ട്. പക്ഷേ അക്കാലത്ത് അത് പ്രയോഗത്തിൽ വരുത്താൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. അതിന് പ്രധാനമായും കാരണം 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ലോക സാമ്പത്തിക മാന്ദ്യമാണ്. 1930കളിലെ ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നവലിബറൽ നയങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ അന്ന് സാധിക്കാതെ പോയി. എന്നാൽ അതിന് ശേഷവും മുതലാളിത്ത ലോകം അത്തരം കാഴ്ചപ്പാടുകൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കയിൽ റൊണാൾഡ് റെയ്ഗണും ബ്രിട്ടനിൽ മാർഗരറ്റ് താച്ചറും അധികാരത്തിലിരിക്കുമ്പോഴാണ് റെയ്ഗൺ താച്ചർ ഭരണത്തിന്റെ കാലത്താണ് വളരെ തീവ്രഗതിയിൽ ഈ നവലിബറൽ കാഴ്ചപ്പാടുകൾ അവരവരുടെ നാടുകളിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നു. അത് ഏതാണ്ട് 70കളാണ്. അപ്പോ ഏതാണ്ട് അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു 50 കൊല്ലത്തിലധികം പഴക്കം നവലിബറൽ നയങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടായി. നമ്മുടെ രാജ്യത്ത് പക്ഷേ ആ ഘട്ടത്തിൽ നവലിബറൽ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും പ്രയോഗപഥത്തിൽ കൊണ്ടുവന്നിരുന്നില്ല. പിന്നെയും 2 പതിറ്റാണ്ട് കഴിഞ്ഞ് 1991 നമ്മുടെ രാജ്യത്ത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പ്രകടമായ ഒരു നയം മാറ്റം പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 വാക്കുകൾ മലയാളികൾക്ക് സുപരിചിതമായി മാറിയത് ആ കാലത്താണ്. നരസിംഹറാവുവിന്റെ കാലത്താണ് സാമ്പത്തിക നയത്തിലും വിദേശ നയത്തിലും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾക്ക് പ്രകടമായ മാറ്റം വരുന്നത് ആ കാലത്താണ്. അതിൽ നവലിബറൽ നയങ്ങൾ എന്ന പേരിൽ അന്ന് രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട പുതിയ സാമ്പത്തിക സമീപനങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ഒന്ന്, സേവന മേഖലകളിൽ നിന്നുമുള്ള സർക്കാരിന്റെ പിന്മാറ്റം, എല്ലാം സ്വകാര്യ ശക്തികൾക്ക് വിട്ടുകൊടുക്കുക എന്ന സമീപനം. ഇപ്പൊ എയർ ഇന്ത്യ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ച ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്വന്തമായി വിമാന കമ്പനി ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ന് നമ്മുടെ രാജ്യം. അപ്പോ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുന്നത്, ടാറ്റയ്ക്ക് കൊടുക്കുന്നത് ഇപ്പോഴാണ്, BJP ഗവൺമെന്റാണ്. പക്ഷേ നവലിബറൽ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ആരംഭിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തുടങ്ങി വെക്കുകയും BJP മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എന്ന് വെച്ചാൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ തർക്കങ്ങളില്ല, ഒരേ നയമാണ്. നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം. കോൺഗ്രസിനും BJPക്കും വ്യത്യസ്തമായ സാമ്പത്തിക കാഴ്ചപ്പാടുകളില്ല, ഒരേ കാഴ്ചപ്പാടാണ്. നവലിബറൽ നയം ഇന്ത്യയിൽ തുടങ്ങിയത് കോൺഗ്രസും, കോൺഗ്രസിനേക്കാൾ വേഗത്തിൽ ഇപ്പോഴത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJPയുമാണ്. അപ്പോ സർക്കാരിന്റെ പിന്മാറ്റം വൻകിട കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് നയിച്ച സ്വകാര്യവൽക്കരണം, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കേട്ടൊരു വാക്കാണ് ഉദാരവൽക്കരണം. അത് മുതലാളിത്താനുകൂലമായ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഒരു വ്യവസായം ആരംഭിക്കണമെങ്കിൽ അവശ്യം വേണ്ട പരിശോധനകളും നടപടികളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും, ജനങ്ങളെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമ്പദ്ഘടനയിൽ എന്ത് സ്വാധീനം ചെലുത്തും, ഇതൊക്കെ നോക്കിയിട്ടാണ് ലൈസൻസ് കൊടുക്കുക. അത്തരം കാര്യങ്ങളെല്ലാം ഉദാരമാക്കുക, വളരെ എളുപ്പത്തിൽ മറ്റ് സാമൂഹ്യ ആഘാതങ്ങളെക്കുറിച്ച് ആശങ്കയൊന്നും ഇല്ലാതെ ഉദാരമായി
മുതലാളിത്താനുകൂല സമീപനം സ്വീകരിക്കുക എന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണ സാമ്പത്തിക കാഴ്ചപ്പാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന നിലയിൽ തീരുവകൾ കുറയ്ക്കുന്ന സംബന്ധിച്ച് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒപ്പം അതിന്റെ പ്രകടമായ ഒരു ഫലമായി നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ക്ഷേമ പദ്ധതികൾ ചുരുക്കി കൊണ്ടുവരിക, വെട്ടിച്ചുരുക്കുക. പ്രത്യുൽപാദനക്ഷമമല്ലാത്ത മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക എന്നൊക്കെ നമ്മൾ അക്കാലത്ത് ഈ നയത്തിനെതിരായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഏതായാലും അത്തരം നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത്, ലോകത്താകെയും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തും കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാനതിൻ്റെ ഒരു സൂക്ഷ്മ വിശകലനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് അടച്ചുപൂട്ടിയ സർക്കാർ പള്ളിക്കൂടങ്ങളുടെ എണ്ണം എത്രയാണ്? ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 2016 മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച അടച്ചുപൂട്ടിയ സർക്കാർ പള്ളിക്കൂടങ്ങളുടെ എണ്ണം ഏകദേശം 1,00,000 1,00,000 സ്കൂളുകൾ പൂട്ടി. 93,000 എന്നൊക്കെ മറ്റുമാണ് ആധികാരികമായിട്ട് പറയുന്ന കണക്ക്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 1,00,000 സർക്കാർ പള്ളിക്കൂടം ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അടച്ചുപൂട്ടി നമ്മുടെ രാജ്യത്ത്. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കർണാടകയിൽ 10,000-ഓളം പള്ളിക്കൂടങ്ങളാണ്, 8,271 പള്ളിക്കൂടങ്ങൾ കർണാടകയിൽ മാത്രം അടച്ചുപൂട്ടി. അതിലും കുറച്ചു കൂടുതൽ പള്ളിക്കൂടങ്ങളാണ് ബംഗാളിൽ അടച്ചുപൂട്ടിയത്. എല്ലാ സംസ്ഥാനത്തും ഇത് കാണാൻ പറ്റും. ഇത് നവലിബറൽ നയങ്ങളുടെ ഏറ്റവും പ്രകടമായ ഒരു പ്രത്യാഘാതമാണ്. സൗജന്യമായി കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളുകളിൽ ചേർത്ത് കൊള്ളട്ടെ എന്നതാണ് ആഗോളവൽക്കരണത്തിന്റെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം എന്നതല്ല, ഉന്നത വിദ്യാഭ്യാസം എന്നത് ഒരു പൊതു നന്മയല്ല. അത് ഒരു വ്യക്തിയുടെ സ്വകാര്യ നേട്ടമാണ് എന്ന് പറഞ്ഞത് TMA പൈ കേസിൽ സുപ്രീം കോടതിയാണ്. ഞാൻ ആ കേസിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പൊ കടന്നു പോകുന്നില്ല. അതായത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നതിനെതിരായി SFI വലിയ സമരങ്ങളെല്ലാം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി മുൻപാകെ ഇത്തരം ഒരു കേസ് വന്നു. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയിലെ ഒരു വാചകമായിരുന്നു, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നന്മയല്ല, സാമൂഹ്യ നേട്ടമല്ല, അത് വ്യക്തിയുടെ സ്വകാര്യ നേട്ടമാണ്. അപ്പൊ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന്റെ കാശും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അങ്ങനെ സൗജന്യമായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഉന്നത വിദ്യാഭ്യാസം. ആ വിധിയിലേക്ക് സുപ്രീം കോടതിയെ നയിച്ചത് ഈ നവലിബറൽ കാഴ്ചപ്പാടുകളുടെ സ്വാധീനമായിരുന്നു. പക്ഷെ അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ല അന്ന് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ 45-ാം വകുപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് 14 വയസ്സുവരെ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകണം എന്നാണ്. നിർബന്ധിതമായിരിക്കണം. ഒരു കുട്ടി എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. അത് സാർവത്രികമായിരിക്കണം. ജാതിയുടെയോ മതത്തിന്റെയോ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളുടെയോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഒറ്റപ്പെട്ട ഭൂപ്രദേശങ്ങൾ, അതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ പരിമിതപ്പെട്ടുകൂടാ. എല്ലാ കുഞ്ഞുങ്ങളും 14 വയസ്സിൽ താഴെയാണോ നിർബന്ധമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കും. പിന്നെ എന്തായിരിക്കണം? സൗജന്യമായിരിക്കണം.
ഫീസ് അടയ്ക്കാൻ മാർഗമില്ല എന്നതുകൊണ്ട് രക്ഷിതാക്കൾ പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്, തൊഴിലാളികളാണ്, അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് 14 വയസ്സ് വരെയുള്ളൂ. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിച്ചാൽ ഒരു 10ാം ക്ലാസ് വരെ നമുക്ക് പറയാം. അപ്പൊ 10ാം ക്ലാസ് വരെ ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധമായും പഠിപ്പിക്കണം, അത് സൗജന്യമായിരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആ ഭരണഘടന നിലനിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നേർവിപരീതമായ ഒരു കാഴ്ചപ്പാട് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ അക്കാര്യത്തിൽ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭരണഘടന 14 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നവലിബറൽ കാഴ്ചപ്പാടുകൾ എങ്ങനെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനെ സ്വാധീനിച്ചു എന്നത് അതിനുശേഷം ഇപ്പോ വർത്തമാനകാല ഇന്ത്യയുടെ അനുഭവം പരിശോധിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെ 1 ലക്ഷത്തോളം സ്കൂളുകൾ, അധികവും LP സ്കൂളുകളാണ്, അടച്ചുപൂട്ടി. 1 ലക്ഷം സ്കൂൾ പൂട്ടുമ്പോൾ എത്ര ലക്ഷം കുട്ടികളുടെ വിദ്യാഭ്യാസം അവതാളത്തിലായി പോകും? ഇപ്പൊ ഇവിടെ ചെറുവത്തൂരിലുള്ള ഒരു പള്ളിക്കൂടം നാളെ അടച്ചുപൂട്ടിയാൽ, ഒരു ഗവൺമെന്റ് സ്കൂൾ പൂട്ടിയാൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്തുള്ള മറ്റു സ്കൂളുകളിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ മാറ്റി ചേർക്കും. എന്നാൽ അടുത്ത സ്കൂൾ ഇല്ലെങ്കിലോ? അതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സ്ഥിതി അങ്ങനെയൊക്കെയാണ്. എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളില്ല. കേരളത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാലും ഒരു സ്കൂൾ ഉണ്ടാവും. സ്കൂളില്ലാത്തൊരു ഗ്രാമം കേരളത്തിലില്ല. ഇന്ത്യയിൽ അങ്ങനെയല്ല. അങ്ങനെയുള്ളിടത്തൊരു സ്കൂൾ പൂട്ടിയാൽ അവിടെ പഠിക്കുന്ന കുറച്ചു കുട്ടികളുടെയെങ്കിലും പഠനം എന്നേക്കുമായി അവസാനിച്ചു. അപ്പൊ ഇത് നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതത്തിന്റെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. സ്കൂൾ പൂട്ടുന്നതിനാണ് ലാഭകരമല്ലാത്തതെല്ലാം അടച്ചുപൂട്ടുക എന്നതാണ് കാഴ്ചപ്പാട്. നവലിബറൽ കാഴ്ചപ്പാട് അതാണ്. സ്കൂൾ എങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കുക? ഒരിക്കലും അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ വിലയിരുത്താനേ പറ്റില്ല. ഒരു കച്ചവട സ്ഥാപനം പോലെയല്ല. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടിയോട് എന്ത് ലാഭം കിട്ടി എന്നാരെങ്കിലും ചോദിക്കൂ? ആ കുട്ടി നാളെ വളർന്ന് വലുതാവുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് തന്നെ മഹത്തായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാപ്രതിഭയായി മാറാം. കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിച്ച കുട്ടിയാണ് പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായി മാറിയത്, KR നാരായണൻ. അന്ന് ആ സ്കൂൾ പൂട്ടിയിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. നിർഭാഗ്യവശാൽ അത്തരം കാഴ്ചപ്പാടുകളാണ് ഇപ്പോ ഈ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി മുതലാളിത്ത ലോകം മുൻപോട്ട് വെക്കുന്നത്, നമ്മുടെ രാജ്യത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സമഗ്രമായ വളർച്ച. കണക്കിലുള്ള കളികൾ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കാരണം GDP-യുടെ വളർച്ച എന്നൊക്കെ പറയും. അതത്രയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കണക്ക് വേറെ ഇല്ല. കാരണം എന്താ? രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തരോത്പാദനത്തെ ഇപ്പൊ ദേശീയ വരുമാനത്തിന്റെ കണക്കെടുത്താൽ കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള ആകെ വരുമാനം, അതാകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുകയാണ്. ഈ ആകെ ജനങ്ങളുടെ കാര്യം പറയുമ്പോഴുള്ള പ്രശ്നം, അതില് നമ്മളും വരും, അദാനിയും വരും, നമ്മളും വരും, അംബാനിയും വരും. അതാണ് ഈ കണക്കിന്റെ ഒരു പ്രശ്നം. നമ്മുടെ വരുമാനം ഒരു ദിവസം 500 രൂപയാണെന്ന് ഇരിക്കട്ടെ. 500 രൂപ വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് മോഹിപ്പിക്കുന്ന ഒരു വരുമാനമാണ്. 500 കിട്ടില്ല. അദാനിയുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയായിരിക്കും? എത്രയോ കോടികളായിരിക്കും. എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അപ്പൊ അംബാനിയുടെ വരുമാനത്തിൽ, അദാനിയുടെ വരുമാനത്തിൽ, ടാറ്റയുടെ, ബിർളയുടെ, ഹിന്ദുജയുടെ ഒക്കെ മറ്റലിന്റെ ഒക്കെ വരുമാനത്തിൽ 10,000-കണക്കിന് കോടിയുടെ വർധന വരുമ്പോ നമ്മുടെയും കൂടി പേരിലാണ് അത് കണക്കാക്കുക, ഇന്ത്യയുടെ മൊത്തം വരുമാനം എന്നാണ്. ഇപ്പൊ നവലിബറൽ നയങ്ങൾ ആരംഭിക്കുന്ന കാലത്ത്, ഇവിടെയല്ല, അമേരിക്കയിൽ ആരംഭിക്കുന്ന കാലത്ത് 1% വരുന്ന അമേരിക്കയിലെ കുത്തക കോടീശ്വരന്മാരുടെ കയ്യിലായിരുന്നു
10% അമേരിക്കയുടെ സമ്പത്ത്. എന്നാൽ ഇപ്പോ 1% വരുന്ന ആ കുബേരവർഗത്തിന്റെ കയ്യിലാണ് അമേരിക്കയിലെ 32% സ്വത്ത്. അതാണ് നവലിബറൽ നയങ്ങൾ സൃഷ്ടിച്ച മാറ്റം. സമ്പന്നൻ കൂടുതൽ അതിസമ്പന്നനായി മാറുന്നു, ദരിദ്രൻ കൂടുതൽ ജീവിത പ്രയാസങ്ങളെ നേരിടുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രതിഫലിക്കണമെങ്കിൽ എന്ത് വേണം? തൊഴിലില്ലായ്മ പരിഹരിക്കണം, എല്ലാവർക്കും ജോലി ഉണ്ടാവും. എല്ലാവർക്കും ജോലി ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും വരുമാനം കിട്ടും, അത് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും. പട്ടിണി ഇല്ലാതാവണം, അപ്പൊ സ്വാഭാവികമായിട്ട് പട്ടിണി ഇല്ലാതാവും. തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റം, ഈ 3 കാര്യങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഒരു രാജ്യം ഏറെക്കുറെ അഭിവൃദ്ധിപ്പെട്ടു, മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ നവലിബറൽ നയങ്ങൾ നടപ്പാക്കിയതിന്റെ ഭാഗമായി ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം തൊഴിലില്ലായ്മയും പട്ടിണിയും വിലക്കയറ്റവും പരിഹരിച്ചു എന്ന് അവകാശപ്പെടുന്ന പോലുമില്ല. പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ പോലും കഴിയില്ല. ഈയിടെ ഒരു റിപ്പോർട്ട് വായിച്ചത്, ബ്രിട്ടനിൽ ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ഫുഡ് ബാങ്കുകളെ ആശ്രയിക്കുന്നു എന്നാണ്. എന്താണ് ഫുഡ് ബാങ്ക്? ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത്ര പരിചയമുള്ളൊരു കാര്യമല്ല. ഡിവൈഎഫ്ഐയുടെ ഒരു സന്നദ്ധ പ്രവർത്തനം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നു. അത് രോഗികൾക്കും കൂടെ ഉള്ളവർക്ക് ഒരു ആശ്വാസമായിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ വിപുലീകൃതമായ രൂപമാണ് ഫുഡ് ബാങ്ക്. അത് ജനങ്ങളിൽ നിന്ന് ചാരിറ്റി എന്ന രൂപത്തിൽ പണം ശേഖരിച്ചിട്ടും മറ്റും ചില സന്നദ്ധ സംഘടനകളും സർക്കാർ സഹായം ചെയ്യുന്ന ചിലരും ഒക്കെ കൂടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, പാർസലായിട്ട് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ദശലക്ഷക്കണക്കിന് വരുന്ന ബ്രിട്ടനിലെ മനുഷ്യർ ഈ പൊതിച്ചോറ് വാങ്ങിയിട്ടാണ്, ചോറൊന്നും ആയിരിക്കില്ല, ഈ പൊതി ഭക്ഷണം വാങ്ങിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? ബ്രിട്ടനിൽ. ഈ നവലിബറൽ നയങ്ങൾ ശക്തമായി നടപ്പാക്കിയ താച്ചറുടെ കാലം മുതൽ ആ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോയ ബ്രിട്ടനിൽ ഈ 2026 ഫുഡ് ബാങ്കിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ലക്ഷങ്ങളാണ് എന്ന് സാർവദേശീയ രംഗത്തെ റിപ്പോർട്ടുകൾ നമ്മുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. തൊഴിലിന്റെ രംഗത്തോ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് പുതിയ പ്രതിസന്ധി കടന്നു വരുന്നു. ഇപ്പോ ഇന്ത്യയിലെ തൊഴിലിന്റെ സ്ഥിതി എന്താണ്? വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ തൊഴിൽ മന്ത്രാലയം തീരുമാനമെടുത്തു, ഇന്ത്യൻ പൊതുമേഖലയിൽ ഇനി ഒരാൾക്ക് പോലും ജോലി കൊടുക്കേണ്ടതില്ല. അതെങ്ങനെ ശരിയാവും? ജോലി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ ജോലി, സ്ഥിരം ജോലി ഇല്ല, പകരം കരാർ ജോലി. അടിമത്തത്തിന്റെ ആധുനിക കാലത്തെ ഓമനപ്പേരാണ് കരാർ ജോലി. ഇന്ന് അടിമത്തം ഇല്ല ലോകത്തെവിടെ. മനുഷ്യനെ ചെങ്ങലയിൽ പൂട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ച് പണിയെടുപ്പിക്കുന്ന പ്രാകൃതമായ അടിമത്തം ഇല്ല, പകരം ആധുനിക അടിമത്തം വന്നു. ആധുനിക അടിമത്തത്തിന്റെ വിളിപ്പേരാണ് കരാർ ജോലി. എന്താണ് കരാർ ജോലിയുടെ പ്രത്യേകത? പെൻഷൻ ഉണ്ടാവില്ല, വ്യവസ്ഥാപിതമായ അവധി ഉണ്ടാവില്ല, തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല, നാളെ പണിക്ക് വരണ്ട, പണിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജോലി ചെയ്ത് ജീവിച്ചിങ്ങനെ വരുന്ന ഒരാളോട് പറയണം നാളെ പണിക്ക് വരണ്ട. എത്ര കാലമായി ഞാനിതിങ്ങനെ പ്രസംഗിക്കുന്നു അറിയും. അപ്പൊ ആളുകളെ ഇത് കുറച്ച് അതിശയോക്തിയൊക്കെ കൂട്ടി പറയും. ഇന്നലത്തെ പത്രം വായിച്ചോ? കൊച്ചിയിൽ എന്താ ഹെൽത്ത് കോറയോ എന്തോ കമ്പനിയുടെ പേര്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. രാവിലെ എല്ലാവരും ജോലിക്ക് വന്നു. 800 പേരൊറ്റാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്നതെന്നാണ് വാർത്തയിൽ കണ്ടത്. അപ്പൊ മൈക്കിൽ കൂടി പറഞ്ഞു എല്ലാവരോടും, നിങ്ങളുടെ സേവനമെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്, കമ്പനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്, നാളെ മുതൽ വരണ്ട. നാളെ മുതൽ വരണ്ടെന്നല്ല അത്രേ പറഞ്ഞേ, ഇന്ന് പോയിക്കോന്നാണ്, ഇപ്പൊ തന്നെ പോയിക്കോന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. IT രംഗത്ത് വലിയ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ എന്നൊക്കെ പറയാറില്ലേ, അവരെ തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ പറയാറില്ല, അവർക്കും അതൊരു കുറച്ചിൽ പോലെയാണ്. ജീവനക്കാർ എന്നാണ് പറയാ. IT എംപ്ലോയീസ് ആണ്, IT ലേബേഴ്സ് അല്ല. പക്ഷെ അവരോട് പറഞ്ഞു നാളെ മുതൽ വരണ്ട, വീക്കോ. അപ്പൊ ആകെ പ്രശ്നമായി.
അവിടെ ട്രേഡ് യൂണിയനുകളും ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ടു, ആകെ ചർച്ചയൊക്കെ അവസാനം തൽക്കാലം മരവിപ്പിച്ചു എന്ന് പറഞ്ഞു. തൽക്കാലം മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഇന്നിപ്പോ പത്രം വായിക്കാൻ പറയുന്നു മരവിപ്പിച്ചു എന്ന് പറഞ്ഞത് മരവിപ്പിച്ചു എന്നുവെച്ചാ പണിയില്ല. അതന്നെ, ഇതാണ് കരാർ ജോലി. ഈ നയങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖലയുടെ സ്ഥിതി അതാണ്. തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത, മെച്ചപ്പെട്ട വേതനമില്ലാത്ത, സേവന വേതന വ്യവസ്ഥകളൊന്നും പാലിക്കാത്ത, ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്നൊക്കെ പറഞ്ഞ നിയമം ഇവിടെ ഉണ്ട്. ഇനി ആ നിയമത്തിനൊന്നും പ്രസക്തിയില്ല. ലേബർ കോഡുകൾ പുറത്തു വന്നു, പാർലമെന്റ് അംഗീകരിച്ചു. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ തമ്പാൻ തോമസിന്റെ ഒരു ചെറിയ ലേഖനമുണ്ട്. മനോരമ തന്നെ പറയുകയാണ്, ലേബർ കോഡുകൾ വരവറിയിച്ചു. മനോരമയ്ക്ക് പറയും, ഇതാണ് തൊണ്ടപൊട്ടി ഈ തെരുവിൽ മുഴുവൻ നമ്മൾ ഇടതുപക്ഷം ഇക്കാലം മുഴുവൻ പ്രസംഗിച്ച് നടന്നത്. ഇപ്പൊ മനോരമയും ഒതുക്കി പറയുകയാണ്, ലേബർ കോഡിനെ ചൂട്ടുപിടിച്ച ഒരു മാധ്യമമാണ് മനോരമ. പക്ഷെ ഇന്നത്തെ മനോരമയ്ക്ക് തമ്പാൻ തോമസിന്റെ ലേഖനം കൊടുക്കേണ്ടി വന്നു, മടിച്ച്. വരവറിയിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ലേബർ കോഡുകളുടെ കൂടി പശ്ചാത്തലത്തിൽ നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ഇത്തരം തൊഴിലാളി വിരുദ്ധ എന്ന് പറഞ്ഞാൽ പോരാ, കൊടും ക്രൂരതയാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ നയങ്ങൾ തടഞ്ഞു നിർത്തി എന്നതാണ് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിന്റെ നേട്ടം. ഇപ്പൊ തെരഞ്ഞെടുപ്പിലെ പരാജയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും LDFന്റെ. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം ഈ നാടിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെ എന്ന് ശരിയായ ഒരു പരിശോധന തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല, ഒരുപക്ഷെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇടതുപക്ഷ ഭരണത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് ഒരു വാക്കിലോ വാചകത്തിലോ ഒതുങ്ങുന്നതല്ല. ഈ നവലിബറൽ പരിഷ്കാരങ്ങളെ പടിക്ക് പുറത്തു നിർത്തി കേരളത്തിന്റെ സമസ്ത മേഖലകളെയും പൊതിഞ്ഞു സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. എങ്ങനെ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉദാഹരണത്തിലേക്ക് തിരികെ പോവാം. 1 ലക്ഷത്തോളം പള്ളിക്കൂടങ്ങൾ, സർക്കാർ പള്ളിക്കൂടങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടച്ചുപൂട്ടിയപ്പോ ഈ കേരളത്തിൽ കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം പൂട്ടിയില്ല. അതാണ് മാറ്റം. അതാണ് നവലിബറൽ നയവും ബദൽ നയവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ചില വികൃത മനസ്കർ പറയുന്നുണ്ട്, അതൊന്നും ശരിയല്ല, അതാ കണ്ണൂരിൽ 4 സ്കൂൾ പൂട്ടി, മറ്റിടത്ത് 2 സ്കൂൾ. അതെന്താ വസ്തുത? അതിലൊരു വസ്തുതയുണ്ട്. എന്താണ്? ഒരൊറ്റ സർക്കാർ സ്കൂൾ പൂട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രാജ്യത്താകെ പൂട്ടിയ സർക്കാർ സ്കൂളിന്റെ കണക്കാണ് പറഞ്ഞത്. എന്നാൽ ഈ കാലയളവിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളെ നമ്മൾ മെച്ചപ്പെടുത്തി. പുതിയ കെട്ടിടങ്ങൾ, നിങ്ങൾ ചെറുവത്തൂരിലെ സ്കൂളുകൾ നോക്ക്. എനിക്കിപ്പോ എല്ലാ സ്കൂളും അറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. ഈ 10 കൊല്ലത്തിനുള്ളിൽ എത്ര പുതിയ കെട്ടിടങ്ങൾ വന്നു. ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി. ഹൈടെക് സ്കൂളുകൾ, എല്ലാ ക്ലാസ് മുറിയിലും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഡിജിറ്റൽ സ്ക്രീൻ, പ്രൊജക്ടർ, ആധുനിക സൗകര്യങ്ങൾ. ആലോചിക്കണം, ഇന്ത്യ മുഴുവൻ സ്കൂൾ പൂട്ടുകയാണ്. കേരളത്തിൽ പുതിയ കെട്ടിടവും സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തുക. അതിന്റെ ഭാഗമായി സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ TC വാങ്ങി രക്ഷിതാക്കൾ കൊണ്ടുവന്ന് ചേർത്തു. ആ പ്രക്രിയ ശക്തിപ്പെട്ടപ്പോൾ ചില സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളില്ലാതെയായി. അപ്പൊ ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചു, ഒരൊറ്റ കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്കൂൾ പ്രവർത്തിപ്പിക്കണം. അപ്പൊ ചില ഇടങ്ങളിൽ, പ്രധാനമായിട്ട് കണ്ണൂരിലാണ്, ഒരു കുട്ടി പോലും ഇല്ലാതെയായി ചില സ്വകാര്യ സ്കൂൾ. അപ്പൊ ആ സ്കൂൾ ഇല്ലാതെയായി. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ 8 10 സ്കൂൾ കേരളത്തിൽ ഇല്ലാതെ എങ്ങനെ? ഒറ്റ കുട്ടിയുമില്ല. അപ്പൊ പിന്നെ സ്കൂളില്ലല്ലോ. എവിടെ പോയി കുട്ടികൾ അടുത്ത ഗവൺമെന്റ് സ്കൂളിൽ പോയി ചേർന്നു. കാരണം അവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയപ്പോ കേരളത്തിൽ ഒറ്റ സർക്കാർ സ്കൂൾ പൂട്ടിയില്ലെന്ന് മാത്രമല്ല, അത് ആധുനിക നിലവാരത്തിലേക്ക് എത്തിച്ചു. എല്ലാ സൗകര്യങ്ങളും കൊണ്ടുപോകും. അതാണ് ഇടതുപക്ഷത്തിന്റെ ബദൽ നയം. നിയമനങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമി, മലയാള മനോരമ 2 പത്രങ്ങളിലും പ്രധാന വാർത്ത PSCക്കെതിരായിട്ടാണ്, പബ്ലിക് സർവീസ് കമ്മീഷനെതിരായിട്ടാണ്.
കടുത്ത ആക്ഷേപമാണ്. എല്ലാം അഴിമതിയാണ് എന്നൊക്കെയാണ് ആക്ഷേപിക്കുന്നത്. മാതൃഭൂമി ഇന്നു മുതൽ ഒരു ലേഖന പരമ്പര തുടങ്ങുകയാണ്. PSCക്കെതിരായിട്ട് തുടങ്ങും. എന്താ ലക്ഷ്യം? കേരളത്തിലെ PSC വഴിയുള്ള നിയമനങ്ങൾ ഇല്ലാതാക്കണം. ഒരു PSC വഴിയുള്ള നിയമനങ്ങൾ ഇല്ലാതാക്കണം എന്നതാണ്. എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം? ഈ സ്കൂളിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ 100 ചെറുപ്പക്കാർക്ക് PSC വഴി ഗവൺമെന്റ് ജോലി ലഭിക്കുന്നുവെങ്കിൽ 100-ൽ 60 എണ്ണത്തിൽ കൂടുതൽ, 60, 61 ഒക്കെ കേരളത്തിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്ത്യ എന്ന 129 സംസ്ഥാനങ്ങളുള്ള ഒരു മഹാരാജ്യം, 140 കോടിയാണ് ജനസംഖ്യ എന്നാണ് മതിപ്പ് കണക്ക്. ഈ ഇന്ത്യ രാജ്യത്ത് PSC വഴി 100 പേർക്ക് നിയമനം കിട്ടുമ്പോൾ, സർക്കാർ ജോലി കിട്ടുമ്പോൾ, അതിൽ 60-ൽ പരം ജോലിക്കാർ ഈ കേരളത്തിലാണ് ജോലി കിട്ടുന്നത്. ഇതെങ്ങനെ സാധ്യമാവും? ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം നോക്ക്. തെക്ക് പടിഞ്ഞാറേ കോണിൽ ഒരു പുഴുവിനെ പോലെ ഒരു ചെറിയ സംസ്ഥാനം. നമ്മുടെ 4-5 ഇരട്ടി വലുപ്പമുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ബാക്കി പലതും. അപ്പൊ ഇന്ത്യയിൽ ആകെ 100 ആൾക്ക് പണി കിട്ടുമ്പോൾ അതിൽ 60-ൽ കൂടുതൽ പണി കിട്ടുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 3 ലക്ഷം യുവതി യുവാക്കൾ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി. 10 കൊല്ലത്തിനുള്ളിൽ 3 ലക്ഷം യുവതി യുവാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി. ഇതെങ്ങനെ ഈ അത്ഭുതം? അത്ഭുതത്തിന് വേറെ ഒന്നുമില്ല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും വ്യവസ്ഥാപിതമായ നിയമനങ്ങൾ നടക്കുന്നില്ല. അതാണ് PSC വഴിയുള്ള നിയമനമേ രാജ്യത്ത് വേറെ എവിടെയും ഇല്ലാന്ന് തീർത്ത് പറഞ്ഞുകൂടാ. പോലീസിൽ കുറച്ച് പേരെ എടുക്കും, ഫയർഫോഴ്സിൽ കുറച്ച് പേരെ എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. സ്കൂളിലൊന്നും ഒറ്റയാളെ എടുക്കൂല. പിന്നെയോ എല്ലായിടത്തും കരാർ നിയമനമായി മാറി. മനസ്സിലായോ? ഏത് കരാർ നിയമനം? നേരത്തെ പറഞ്ഞ നാളെ പണിയില്ലട്ടോ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങേണ്ട നിയമനം. തുച്ഛമായ വേതനം, തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉള്ള പോലെ തുച്ഛമായ വേതനം, പെൻഷനില്ല, ആനുകൂല്യങ്ങളില്ല, അവധിയില്ല. അപ്പണിയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ. അങ്ങനെ സ്തുത്യർഹമായി 3 ലക്ഷം യുവതി യുവാക്കൾക്ക് 10 വർഷത്തിനിടയിൽ ജോലി കൊടുത്ത ഇന്ത്യക്ക് വിസ്മയമായി മാറിയ കേരളത്തിലെ PSCയെയാണ് ഇപ്പൊ തകർക്കാനായി കോൺഗ്രസും മാതൃഭൂമിയും മനോരമയും കൈകോർത്തുപിടിക്കുന്നു. എന്താ ലക്ഷ്യം? കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ അജണ്ട നടപ്പാക്കാൻ 2 പത്രങ്ങൾ കൂട്ടുനിൽക്കുകയാണ്. ലക്ഷ്യമിടുന്നത് എന്താണ്? കേരളത്തെ PSCയെ ദുർബലപ്പെടുത്തണം. ഇനി കേരളത്തിലും കരാർ നിയമനങ്ങളുടെ കാലം വരുന്നു എന്നതാണ്. അതാണ് നവലിബറൽ കാഴ്ചപ്പാട്. കേരളം കരാർ നിയമനങ്ങളുടെ നാടായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മാറാൻ പോകുന്നു. 1 കൊല്ലം കൊണ്ട് മാറുമോ 2 കൊല്ലം കൊണ്ട് മാറുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എന്ന് വെച്ചാൽ സർക്കാർ ജോലി കിട്ടുന്നതും കാത്ത് പ്രതീക്ഷിച്ച് PSC കോച്ചിങ് സെന്ററുകളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ ഇനി അതിന് മെനക്കെടേണ്ടതില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരാൻ പോവാണ്. ഒരു സുരക്ഷിതത്വവുമില്ലാത്ത അനാകർഷകമായ ജോലിയായി കേരളത്തിൽ സർക്കാർ ജോലി മാറാൻ പോകുന്നു. അതിനാദ്യം PSCയെ ഇല്ലാതാക്കണം. ആ രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നയങ്ങൾക്ക് ബദൽ തീർക്കാൻ കേരളത്തിൽ കഴിഞ്ഞു. അതാണ് നമ്മുടെ നേട്ടം. നമ്മൾ സ്കൂള് പൂട്ടാതെയും ആശുപത്രി നവീകരിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നേട്ടം ചെറുതല്ല. ഇപ്പൊ ലോകത്തിൽ ശിശുമരണ നിരക്ക് പരിഗണിക്കുമ്പോൾ അമേരിക്കയെയും നമ്മൾ പിന്നിലാക്കി. അതൊരു വലിയ ശ്രദ്ധയാകർഷിച്ച വാർത്തയായി ഈ കഴിഞ്ഞ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അമേരിക്കയുടെ മുന്നിൽ നമ്മൾ എത്തി. പ്രതീക്ഷിതായുസ്, മാതൃമരണ നിരക്ക്, ഈ കാര്യങ്ങളിലെല്ലാം ലോകത്തിലെ ഏത് വികസിത രാഷ്ട്രത്തോടും മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ വളർന്നു. അതെല്ലാം കേരളത്തിലെ ബദൽ നയങ്ങൾ മുൻനിർത്തി നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പക്ഷെ ഇപ്പൊ കേരളം നേരിടുന്ന അപകടം എന്താ? UDF സർക്കാരും UDFനെ നയിക്കുന്ന കോൺഗ്രസും ഈ നവലിബറൽ നയങ്ങളുടെ നടത്തിപ്പുകാരാണ്. അതാണ് നമ്മൾ കാണുന്നത്. LDFനുള്ള എതിർപ്പില്ല.
ഏത് നവലിബറൽ നയം? നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ പിന്മാറ്റം, സ്വകാര്യവൽക്കരണത്തിന് പച്ചക്കൊടി, ലാഭകരമല്ലാത്ത മേഖലകൾ, ആ മേഖലകളിലെ പ്രവർത്തനം അവസാനിപ്പിക്കൽ എന്നിത്യാദിയുള്ള, ഇപ്പൊ ഇനിയും നവലിബറൽ എന്ന വാക്ക് പ്രയോഗിക്കുന്നതിൽ അർത്ഥമില്ലാത്ത തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതിന് വല്ല ജനവിരുദ്ധ നയമെന്നോ മറ്റോ ഉള്ള അർത്ഥം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ ആ നയങ്ങളുടെ, ജനവിരുദ്ധ നയങ്ങളുടെ നടത്തിപ്പുകാരായി മാറിയ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റാണ് ഈ നവലിബറൽ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബജറ്റ് അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യമന്ത്രി. അദ്ദേഹം തന്നെയാണ് നിയമവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ഇത് വെറുതെ അല്ല എന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഒന്നും കാണാതെ അല്ല, മനസ്സിലായി. സ്ഥാനമേൽക്കുന്നതിന് മുൻപ് മംഗലാപുരത്തേക്ക് നടത്തിയ ചാർട്ടേഡ് ഫ്ലൈറ്റിലെ യാത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് ജയിച്ച ചുമതല ഏൽക്കുന്നതിന് മുൻപ് ചാർട്ടേഡ് വിമാനത്തിൽ പോവാണ്. ചാർട്ടേഡ് വിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിമാനം പോവാണ്. ലക്ഷക്കണക്കിന് ഉറപ്പ് കൊടുക്കണം. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ 10,000 താഴെ രൂപ മതിയാവും എന്നാണ് എന്റെ തോന്നൽ, സാധാരണ വിമാനത്തിൽ പോയാൽ. എന്നാൽ ചാർട്ടേഡ് വിമാനത്തിൽ പോയാൽ വിമാനത്തിന്റെ വാടക കൊടുക്കണം. അങ്ങനെ പോയി നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ, വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ്. നമ്മളെ സതീശനല്ലേ ചാർട്ടേഡ് വിമാനത്തിലൊക്കെ പോട്ടെ എന്നാണ്. ചാർട്ടേഡ് വിമാനത്തിൽ പോയോ എന്നുള്ളതല്ല, എന്തിനു പോയി എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ, മംഗലാപുരത്തിലെ ഗൂഢാലോചന, അതെല്ലാം ഇപ്പൊ കുറേശ്ശെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദാനിയുമായി ചേർന്ന് വിഴിഞ്ഞം തുറമുഖം വിൽക്കുന്നതിന് തുടക്കം കുറിച്ച ഗൂഢ ചർച്ചകൾക്കാണ് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം അവിടെ പോയതെന്നതിലാണ് ഇപ്പോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അദ്ദേഹമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിനെ മൊത്തത്തിലൊന്ന് നോക്കിയാലോ, ഞാൻ അതിന്റെ കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലേക്ക് പോകണമെന്ന് കരുതുന്നില്ല, പക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, സഖാവ് കെ എൻ ബാലഗോപാൽ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റുമായിട്ടാണല്ലോ താരതമ്യപ്പെടുത്തുന്നത്. 2,39,907 കോടിയുടേതാണ് ആ ബജറ്റ്. ആ ബജറ്റിന്റെ സൈസ് ഏകദേശം, ഞാൻ അതിന്റെ മറ്റ് സാങ്കേതിക വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, 2,39,907 കോടി രൂപയുടെ ബജറ്റാണ് ആ ബജറ്റ്. പി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റോ 2,27,567 കോടിയാണ്. എന്ന് വെച്ചാൽ അതിലെ കുറവ് 12,304 കോടിയാണ്. ബജറ്റ് ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വ്യാപ്തിയിൽ സംഭവിച്ചിട്ടുള്ള കുറവാണ്. എന്നാൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ കടം വാങ്ങുന്നത് സംബന്ധിച്ച് ലക്ഷ്യമിട്ട, കടം വാങ്ങാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഏതാണ്ട് 1,000 കോടി ഉറുപ്പിക കൂടുതൽ കടം വാങ്ങണം എന്നാണ് വി ഡി സതീശന്റെ ബജറ്റ്. കേരളം കടമെടുക്കുന്നേ, കടക്കണിയിലായേ, കേരളം ആകെ പാപ്പരായേ എന്ന് കരഞ്ഞു നടന്ന ആളുകളാണ്. അപ്പോ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനേക്കാൾ കുറഞ്ഞ ബജറ്റാണ്, ആകെ തുക കുറഞ്ഞ ബജറ്റാണ് അവതരിപ്പിച്ചത്. എന്നിട്ടും ബാലഗോപാൽ ലക്ഷ്യമിട്ടതിനേക്കാൾ 1,000 കോടി ഓളം, 986 കോടി കൂടുതൽ കടമെടുക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുക എന്നൊക്കെ പറയുന്നതിന്റെ നല്ല ഉദാഹരണമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നത് സംബന്ധിച്ച് കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ നീക്കിവെച്ചതിനേക്കാൾ 8,582 കോടി കുറവാണ് വി ഡി സതീശന്റെ ബജറ്റിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ നീക്കിവെച്ച തുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഫിഗറുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇവിടെ അവസാനിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ, ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കേണ്ട പണമുണ്ട്. സർക്കാർ കൊടുക്കുന്ന പണം പോരാ, കൂടുതൽ കൊടുക്കണം എന്നാണ് ഇതുവരെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്.
എന്നാൽ അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിൽ, ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച തുകയേക്കാൾ 1534 കോടി കുറവാണ്. മനസ്സിലായി? ഇതാണ് രണ്ട് ബജറ്റുകൾ തമ്മിലുള്ള ഒരു വിഹക വീക്ഷണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് LDF കൊടുക്കാൻ ലക്ഷ്യമിട്ടതിനേക്കാൾ 1534 കോടി കുറവ്, വികസന പ്രവർത്തനങ്ങൾക്ക് LDF നീക്കിവെച്ചതിനേക്കാൾ 8582 കോടി കുറവ്, കടമെടുക്കാൻ LDF ഉദ്ദേശിച്ചതിനേക്കാൾ 1000 കോടിയോളം കൂടുതൽ കടമെടുപ്പ്. ഇതൊക്കെയാണ് ഈ രണ്ട് ബജറ്റുകൾ തമ്മിലുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുൻപിൽ വാചാലനായ ഒരു കാര്യം എന്തായിരുന്നു? കേന്ദ്രം നമുക്ക് ആവശ്യമായിട്ടുള്ള പണവും തരുന്നില്ല, അപ്പോ വലിയ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ മറികടക്കാൻ പറ്റും. അദ്ദേഹം മുന്നോട്ട് വെച്ചത് 25,000 കോടി രൂപ നികുതി കുടിശ്ശികയുണ്ട് കേരളത്തിൽ, അത് പിരിച്ചിങ്ങെടുത്താൽ മതിയെന്ന്. 25,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരളത്തിലുള്ളത് പിരിച്ചെടുത്താൽ നമുക്ക് അത്യാവശ്യം വേണ്ട പണം കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. LDF സർക്കാരിന്റെ കാലത്ത് നികുതി പിരിവൊക്കെ ഊർജിതപ്പെടുത്തി പരമാവധി പിരിച്ചെടുത്തതാണ്. എന്നാലും ചില നികുതികളൊക്കെ ഇനിയും കിട്ടാതെ കിടക്കുന്നുണ്ടാവും എന്നുള്ള ഒരു സത്യമാണ്. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരത്തെ പറഞ്ഞ 25,000 കോടി നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള നടപടിയാണോ സ്വീകരിച്ചത്? അല്ലെന്ന് മാത്രമല്ല, 2017-18 മുൻപ് നിർണയിച്ച നികുതി കിട്ടാതെ പിരിച്ചെടുക്കാൻ കിടക്കുന്ന നികുതി, 2 ലക്ഷത്തിൽ താഴെയുള്ള എല്ലാവരുടെയും നികുതി ഒഴിവാക്കി കൊടുക്കുന്നതിലാണ്. അതിന്റെ പിന്നിലുള്ള അഴിമതിയെ കുറിച്ചൊക്കെ ഇനി തെളിവുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നികുതി പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞയാൾ പിരിക്കാനുള്ള നികുതി ഒഴിവാക്കുന്നതാണ് ബജറ്റിൽ നമ്മൾ കണ്ടത്. ഇതിനൊക്കെ മലയാളത്തിൽ പല പ്രയോഗങ്ങളും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് അത്തരം പ്രയോഗങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നവരുടെ കാര്യം, അതായത് ജനങ്ങളുടെ മുൻപാകെ ഒരു കാര്യം പറഞ്ഞ് നേരെ ഘടകവിരുദ്ധമായ കാര്യം, നേർ വിപരീതമായ കാര്യം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ ദൃഷ്ടാന്തമായി ഈ ബജറ്റ് എങ്ങനെയാണ് വരുന്നത്? ജനങ്ങളെ പറ്റിക്കുക എന്നത് വലതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കുറെയൊക്കെ എളുപ്പമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലവും തെളിയിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷത്തിൻ്റെതാണ്. ഇതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മലയാളി ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവത്തിൽ മനസ്സിലാവുന്നത് നല്ലതാണ്. ആരും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, അത് നല്ലതാണ്. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഈ ഘട്ടത്തിൽ ചുരുങ്ങിയത് ഇത് തുടങ്ങി വെക്കണമെങ്കിൽ 7,500 കോടി രൂപയെങ്കിലും നീക്കി വെക്കണം. 7,500 കോടിയെങ്കിലും നീക്കി വെച്ചാലാണ് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങി വെക്കാൻ പറ്റുക. പൂർത്തിയാക്കാനല്ല, സ്റ്റാർട്ട് ചെയ്യണം. 7,500 കോടി VD സതീശന്റെ ബജറ്റിൽ നീക്കി വെച്ച എത്രയാണ്? 10 കോടി. 10 കോടി നീക്കി വെക്കുക എന്ന് പറഞ്ഞാൽ 7,500 കോടിയെങ്കിലും ഇല്ലാതെ ആലോചിക്കാനാവാത്ത ഒരു പദ്ധതിക്ക് 10 കോടി നീക്കി വെക്കുകയാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ ആ പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അത് ബോധ്യമാകുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. ഹരിപ്പാടും തിരുവനന്തപുരത്തും മെഡിക്കൽ കോളേജുകൾ പുതുതായിട്ട് തുടങ്ങാനാണ്. എത്രയാണ് ബജറ്റിൽ നീക്കി വെച്ചത്? 100 കോടി. 100 കോടി എന്ന് കേൾക്കുമ്പോൾ വലിയ സംഖ്യയാണ് നമുക്ക് തോന്നും. കാരണം നമ്മളൊന്നും ജീവിതത്തിൽ ഇതുവരെ കോടി കാണാത്ത ആളുകളാണ്. പക്ഷേ മെഡിക്കൽ കോളേജാണ് തുടങ്ങേണ്ടത്. അത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് നിലവിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അടുത്ത് നമ്മുടെ സർക്കാർ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിച്ചു. ഒരു പുതിയ കെട്ടിടം, അത്രേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ എത്ര ബ്ലോക്ക് ഉണ്ടാവും? ENT ബ്ലോക്ക് ഉണ്ടാവും, ഓർത്തോ ബ്ലോക്ക് ഉണ്ടാവും, പീഡിയാട്രിക് ബ്ലോക്ക് ഉണ്ടാവും, ഗൈനക്കോളജി ബ്ലോക്ക്, പല ബ്ലോക്കുകൾ ഉണ്ടാവും. അതിൽ ഒരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടത്തിന് 90 കോടിയായി. മനസ്സിലായോ? ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ബ്ലോക്കിന്, ഒരു കെട്ടിടത്തിന് 90 കോടി രൂപയായി. അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ എത്ര കോടി വേണം? അപ്പോഴാണ് ജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ കൊണ്ടുവരും. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനം, നവലിബറൽ കാലത്ത് ചിന്തിക്കാനാവാത്ത നിരവധി പദ്ധതികൾ LDF നേതൃത്വം കൊടുത്തിരുന്നു. അതിലൊന്നാണ് ലൈഫ്.
വീട് നിർമ്മിച്ചു കൊടുക്കുക. 5 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് വീട് കിട്ടി. സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമായി. ചെറിയൊരു കാര്യമല്ലല്ലോ. സ്വന്തം വീടില്ലാത്ത ഒരാൾക്ക് സ്വന്തം വീടിന്റെ വില അറിയാൻ പറ്റും. ജീവിതത്തിലുടനീളം വാടക വീടുകളിൽ കഴിഞ്ഞ് അവസാനം സ്വന്തമായിട്ടൊരു വീട് കിട്ടിയ 5 ലക്ഷത്തിൽ പരം മനുഷ്യർ കേരളത്തിലുണ്ട്. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർ. 20 ലക്ഷം മനുഷ്യരുടെ ജീവിതത്തിൽ സ്വന്തം വീടെന്ന സ്വപ്നം സഫലമാക്കിയ സർക്കാരാണ് നമ്മുടെ സർക്കാർ. ആ പദ്ധതി ഇനിയില്ല. ഇനി ലൈഫിൽ വീട് കിട്ടും എന്നൊന്നും ആരും കരുതണ്ട. ആ പദ്ധതി ഇല്ലാതാക്കി. നവലിബറൽ കാഴ്ചപ്പാടുകൾക്കെതിരാണ് ഇതൊക്കെ. വീടില്ലാത്തവർക്ക് വീട് വേണം, പക്ഷെ സ്വന്തം ചെലവിൽ വീട് ഉണ്ടാക്കിക്കൊള്ളണം. അതാണ് നവലിബറൽ കാഴ്ചപ്പാട്. മനസ്സിലായി? അങ്ങനെയല്ല. സ്വന്തമായി എത്ര പ്രയത്നിച്ചാലും ഒരു വീട് വെക്കാൻ കഴിയാത്ത ദുർബലരായ ജനങ്ങളുണ്ട്. അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. ഇപ്പൊ 2 ദിവസം മുൻപ് ലോകം മുഴുവൻ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലതുപക്ഷം ശക്തിപ്പെടുമ്പോഴും ഓസ്ട്രിയയിലെ ഗ്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ നഗരമുണ്ട്. വലിയ നഗരം എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയ എന്ന രാജ്യത്തെ 2ാമത്തെ വലിയ സിറ്റിയാണ് ഗ്രാറ്റ്സ്. 4 യൂണിവേഴ്സിറ്റികൾ ആ സിറ്റിയിൽ തന്നെ ഉണ്ട്. ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടാണ് പറയുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഓസ്ട്രിയ, വിശാല ഇടതുപക്ഷ സഖ്യമൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജയിച്ചു. 7% വോട്ട് കൂടുതൽ നേടിയിട്ടാണ് ജയിച്ചത്. എൽകെ കർ എന്ന് പറയുന്ന 40-45 കൊല്ലമായി ഓസ്ട്രിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരു വനിതാ സഖാവാണ് അവിടെ വീണ്ടും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ചൊക്കെയുള്ള വിശകലന റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കാര്യം, അവർ ഏറ്റവും ഊന്നൽ കൊടുത്തത് ഗ്രാറ്റ്സ് എന്ന മഹാനഗരത്തിലെ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളുടെയും ഭവനരഹിതരായ മനുഷ്യരുടെയും പാർപ്പിട പ്രശ്നം പരിഹരിക്കാനാണ്. അവർക്ക് വീട് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രൊജക്ടുകൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ അംഗീകാരമാണെന്നാണ്. എന്തുകൊണ്ടാണ് ഓസ്ട്രിയ എന്ന രാജ്യത്ത് ഇങ്ങനെ ഒരു വൻ നഗരത്തിൽ ഈ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിഞ്ഞത്? അതൊരു ഇടതുപക്ഷ സമീപനമാണ്. വീടില്ലാത്തവന് വീട്. ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിൽ, സൺഡേ സപ്ലിമെന്റിൽ, മുഖ്യമന്ത്രി ശ്രീ VD സതീശനുമായുള്ള ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്രം അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രിയായ ശേഷമുള്ള ഏറ്റവും ആഴമേറിയ അഭിമുഖമാണ്. ആഴമേറിയ അഭിമുഖം. അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ അദ്ദേഹത്തെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി വിശദീകരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്വയം അവകാശപ്പെടുന്ന അങ്ങനെയാണ്. അപ്പൊ നെഹ്റുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺസ്, അദ്ദേഹത്തിന്റെ പരിഗണനാ വിഷയങ്ങളെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ജനങ്ങളുടെ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നെഹ്റു ഉത്കണ്ഠാകുലനായിരുന്നു. അദ്ദേഹം നയങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അതാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്ത്? പാവപ്പെട്ട മനുഷ്യരുടെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇത്തരം കാര്യങ്ങൾ. ആ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കേരളത്തിൽ മുഖ്യമന്ത്രിയായപ്പോ ഇനി ലൈഫ് പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചു. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ജനങ്ങളോട് പറയുക, നേർവിപരീതമായ കാര്യങ്ങൾ പ്രവൃത്തി പദത്തിലെത്തിക്കുക. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വാക്കുകൊണ്ട് വിശേഷണങ്ങൾ കൊടുക്കാവുന്നതാണ്. ഞാനായിട്ട് അതിന് നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീ സുരക്ഷാ പദ്ധതി, മാസം 1000 രൂപ പെൻഷൻ നമ്മൾ കൊണ്ടുവന്നു. അത് നവലിബറൽ നയങ്ങൾക്കെതിരായ ഒരു പദ്ധതിയാണ്. 35 വയസ്സായാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ ഒരു പോക്കറ്റ് മണി കൊടുക്കുക. 31 ലക്ഷം വനിതകളെയാണ് ആ പദ്ധതി ലക്ഷ്യമിട്ടത്. അപേക്ഷിച്ചവർക്കെല്ലാം അതിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു. 16 ലക്ഷം പേര് ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 16 ലക്ഷം പേര് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 ലക്ഷം പേരും കൂടി ഇതിന് അർഹതയുണ്ട്. അവർ അപേക്ഷയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി ആ പദ്ധതി ഇല്ല. മനസ്സിലായോ? അപ്പൊ ചിലരുടെയെങ്കിലും മനസ്സിൽ വരും, പക്ഷേ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യം കൊടുത്തല്ലോ. ശരി, കൊടുത്തു. അത് ഓർഡിനറി ബസ് മാത്രമാണ്. ഞാൻ ഇപ്പൊ അതിനൊന്നും വിമർശിക്കാൻ പോകുന്നില്ല. ഓർഡിനറി ബസ്സിൽ മാത്രമാണെങ്കിലും കൊടുത്തു. എത്ര നാൾ കൊടുക്കും? ഞാനൊരു പ്രവചനത്തിന് പോകുന്നില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. KSRTCയുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന വീണ്ടും വിചാരങ്ങളില്ലാത്ത
സ്വകാര്യ ബസ് വ്യവസായത്തെയും തകർക്കുന്ന ഒരു നിലപാടാണ് ഇത് എന്ന് ഇപ്പോൾ തന്നെ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ വിമർശിക്കേണ്ട, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സും ഒരു മര്യാദയും നമ്മൾ പ്രകടിപ്പിക്കാം. നമ്മളിപ്പോൾ വിമർശിക്കാൻ പോകുന്നില്ല. ഭാവി എന്താവുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. ആ പദ്ധതി നടപ്പാക്കിയതിന്റെ ഭാഗമായി ഒരു വർഷം ഈ പദ്ധതി നിലനിൽക്കുവോ എന്ന് ഞാൻ പ്രവചിക്കാനൊന്നും പോകുന്നില്ല. ഒരു വർഷം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെങ്കിൽ നമുക്ക് കാണാം. നിലനിൽക്കുമെങ്കിൽ നിലനിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, നിലനിന്നില്ല എന്ന് മനസ്സിലാക്കാം. നിലനിൽക്കും എന്നോട് വിശ്വസിക്കുക. നിലനിൽക്കും നമ്മളങ്ങ് വിശ്വസിക്കുക. പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ വിശ്വസിച്ചാൽ ഏകദേശം 600-700 കോടി രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി നീക്കി വെക്കേണ്ടി വരിക. KSRTCക്ക് സർക്കാർ കൊടുക്കേണ്ടി വരിക ഏകദേശം അത്രയാണ്. 600-700 കോടിയുടെ ഒരു പദ്ധതിയാണ്. എന്നാൽ നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പൊ 16 ലക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. 31 ലക്ഷം പേർക്ക് അതിൽ അംഗങ്ങളാവാൻ അവസരമുണ്ട്. ആ പദ്ധതിയാണ് നിലനിന്നിരുന്നതെങ്കിലോ, അപ്പോ KSRTC പദ്ധതി ഇല്ല നമ്മുടെ കാലത്ത്. ശരി, അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു കൊല്ലം 3720 കോടിയാണ് അതിനുവേണ്ടി സർക്കാരിന് ചെലവഴിക്കേണ്ടി വരിക. മനസ്സിലായി? നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി ഒരു കൊല്ലം സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കേണ്ടി വരിക 3720 കോടി. ആ പദ്ധതി വേണ്ട എന്ന് വെച്ച് ഈ പദ്ധതി നടപ്പാക്കിയപ്പോ ഈ പദ്ധതി ഒരു കൊല്ലം പൂർണ്ണമായി നടന്നാൽ സതീശൻ സർക്കാരിന് ലാഭം 3020 കോടി. മനസ്സിലായോ? അതാണ് ഇതിലെ സാമ്പത്തിക ശക്തി. സ്ത്രീകളുടെ സൗജന്യ യാത്ര തുടങ്ങിയപ്പോ സ്ത്രീ സുരക്ഷാ പദ്ധതി അവസാനിപ്പിച്ചു. ആ ഇനത്തിൽ മാത്രം ഈ സർക്കാരിന് ഒരു കൊല്ലം 3020 കോടി ലാഭം. ഇതാണ് കേരളത്തിലെ ബജറ്റിലെ വസ്തുതകൾ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ നമ്മോട് വിളിച്ചു പറയില്ല. യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി നിലനിർത്തിക്കൊണ്ടല്ലേ യാത്രാ സൗജന്യം കൊടുക്കേണ്ടത്. യാത്രാ സൗജന്യത്തിന് നമ്മൾ എതിരൊന്നുമല്ല, നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ അതിന്റെ 4 ഇരട്ടിയിലേറെ പണം ചെലവഴിച്ച കേരളത്തിലെ 31 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം നേരിട്ട് കയ്യിൽ കാശ് കിട്ടുന്ന ഒരു പദ്ധതി നിർത്താൻ ആര് പറഞ്ഞു? അതാണ് നവലിബറൽ നയങ്ങളുടെ സ്വാധീനം എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു. ബജറ്റിൽ കാണാനില്ല. ഈ പറഞ്ഞതേ ഉള്ളൂ എന്ന് പണ്ടൊരു പ്രയോഗമുണ്ട്. അതായത് പറഞ്ഞതേ ഉള്ളൂ, കാര്യം നടക്കില്ല. ആ പദ്ധതിയില്ല. ഇതിന് പുറമെ യുവജനങ്ങളോട് കാണിച്ച മഹാരഥരായ ആ രാഷ്ട്രശില്പികൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമുണ്ട്. അതാണ് തീരുമാനം. വന്ദേമാതരം നല്ല ഗീതമാണ്, പക്ഷെ അതിലെ ചില വരികൾ ഇന്ത്യയുടെ ബഹുസ്വരതയെ പ്രതിഫലിപ്പിക്കുന്നതല്ല, ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതല്ല, ചില വിഭാഗങ്ങൾക്കിടയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം ആലപിച്ചാൽ മതി. അതാണ് തീരുമാനം. വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം ഒരു ദേശീയ ഗീതമായി നമുക്ക് ആലപിക്കാം, പൂർണ്ണ തോതിൽ ആലപിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ്. അത് പാലിച്ചു വരികയാണ്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു കാലമായി ഇന്ത്യയിലെ RSS ഈ വന്ദേമാതരത്തെ ഇഷ്ടമില്ലാത്തവരെ കൊന്നൊടുക്കാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. അതാണ് പ്രശ്നം. ഒരായുധമായി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ജയ് ശ്രീറാം ഒരർത്ഥത്തിൽ നിർദോഷമായ ഒരു വാക്കല്ലേ. ഒരു രാമഭക്തൻ അങ്ങനെ പറഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എന്നാൽ രാമഭക്തന്റെ കയ്യിൽ നിന്നും RSS അതിങ്ങ് ഏറ്റെടുത്തു. ഇഷ്ടമില്ലാത്തവരെ കൊല്ലാനുള്ള ഒരു ആയുധമായി ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ്. ഗുജറാത്തിലെ വംശഹത്യ കാലത്ത് കൊല്ലപ്പെട്ട ഇസാൻ ജാഫ്രിയുടെ അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇസാൻ ജാഫ്രി ഒരു വൃദ്ധനായി. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായി, അദ്ദേഹം കവിയായി, അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായ പണ്ഡിതനായ ഒരു മനുഷ്യൻ. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ എങ്ങനെയാണ് കൊന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിക്കണം. ഗുജറാത്തിലെ സംഭവങ്ങൾക്ക് ശേഷം
അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പുറത്തറിയിച്ച ഒരു വസ്തുതാന്വേഷണ സംഘം അവിടെ തെളിവെടുപ്പ് നടത്തി പരിശോധന നടത്തി അവരുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചാൽ മനുഷ്യ മനസാക്ഷിയുള്ള ഏതൊരാളും, മനസാക്ഷിയുടെ കണികയുള്ള ഏതൊരാളും കരഞ്ഞുപോകും. അത്തരം അനുഭവങ്ങൾ. ഇസാൻ ജാഫ്രിയെ കൊല്ലാനായി പാഞ്ഞെടുത്ത വർഗീയവാദികൾ അദ്ദേഹത്തെ വിവസ്ത്രനാക്കി, അദ്ദേഹത്തെ നഗ്നനാക്കി, അദ്ദേഹം നടത്തിച്ചു, അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. വന്ദേമാതരം ചൊല്ലാനാണ് ആജ്ഞ. അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചു, അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിമാറ്റി, അദ്ദേഹത്തിന്റെ കാല് മുറിച്ചെടുത്തു, തീക്കുണ്ടത്തിലേക്ക് കൈകാലുകൾ ഛേദിക്കപ്പെട്ട ആ ശരീരം എടുത്തെറിഞ്ഞു, ചുട്ടുകരിച്ചു. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ ജന്മനാട്ടിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. അവരെ കൊന്നുതള്ളിയ കൊലയാളി സംഘം കൊല്ലുന്നതിന് മുൻപ് നിസ്സഹായരായ മനുഷ്യരോട് ആജ്ഞാപിച്ചത് നിങ്ങൾ വന്ദേമാതരം ചൊല്ലുന്നതാണ്. RSS ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു, എല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ദേശീയ നേതാക്കൾ തീരുമാനിച്ചത് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം ദേശീയ ഗീതമായി ആലപിക്കുന്ന. ആർക്കും അതിൽ എതിർപ്പില്ല. വന്ദേമാതരം ഒരു കുഴപ്പമില്ല. എന്നാൽ ഇവരിപ്പോൾ അതിനെ ഏറ്റെടുത്തിട്ട് പറയുകയാണ് ഇത് പൂർണ്ണതോതിൽ ആലപിക്കണം. കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി RSSന്റെ ആജ്ഞ അനുസരിച്ച് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് VD സതീശന്റെ സത്യപ്രതിജ്ഞാ വേളയിലാണ്. ഒരക്ഷരം കൊണ്ടുപോലും അദ്ദേഹം ലോക് ഭവനെ അതൃപ്തി അറിയിച്ചില്ല. ഉടനെ നാഗ്പൂരിൽ നിന്നും പുറത്തിറങ്ങുന്ന RSSന്റെ മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിന്റെ പേര് ഓർഗനൈസർ എന്നാണ്. ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിൽ ഉടനെ തന്നെ കേരളത്തിലെ UDF സർക്കാരിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നുണ്ട്. ഒരെതിർപ്പുമില്ലാതെ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് അഭിനന്ദനം. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ RSSന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഇന്ത്യയിലെ ഏക BJP ഇതര മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അത് കഴിഞ്ഞ് ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. സെക്രട്ടറിയായി അദ്ദേഹം രത്തൻ ഖേൽക്കറിനെയാണ് തിരഞ്ഞെടുത്തത്. ആരാണ് രത്തൻ ഖേൽക്കർ? ഒരു IAS ഓഫീസറാണ്, സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരൻ. ആ പേര് എന്ന് മുതലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും വിതരണം ചെയ്ത ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലറിൽ BJP സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീലാണ് പതിച്ചിരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ആഫീസ് BJP ആഫീസാക്കി മാറ്റിയ വിദ്വാനാണ് രത്തൻ കേൽക്കർ. ആ രത്തൻ കേൽക്കറെ തെരഞ്ഞെടുപ്പിച്ച് സെക്രട്ടറിയാക്കി. അദ്ദേഹം സിവിൽ സർവീസ് ഓഫീസറാണ്. ഏതെങ്കിലും പ്രധാന പദവിയൊക്കെ ഉണ്ടാവും, അതിനൊന്നും എതിർപ്പില്ല. പക്ഷെ അയാളെ തന്നെ മുഖ്യമന്ത്രി എന്തിനു സെക്രട്ടറിയാക്കി? അതാണ് ചോദ്യം. നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിച്ചു. 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുപോലുമില്ല. നമുക്ക് തരാനുള്ള 1,00,000 കോടിയോളം രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 1,00,000 കോടി ചില്ലറയല്ല. ഒന്നെന്ന് എഴുതിയിട്ട് 12 പൂജ്യം ഇടണം, അപ്പോഴാണ് 1,00,000 കോടി. ആ കേന്ദ്രത്തിനെതിരെ ദുർബലമായ ഒരു വിമർശനം പോലുമില്ല. 10 കൊല്ലത്തിന് ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം വന്ന ഉടനെ BJP സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. ഈ നയപ്രഖ്യാപനം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പകർത്തിയെടുത്തതാണ്, ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പില്ല, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് എല്ലാ പിന്തുണയും അറിയിച്ചു. BJP മുന്നണിയുടെ കേരളത്തിലെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി വലിയൊരു പൂച്ചെണ്ടുമായിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന പൂച്ചെണ്ട് കൊടുത്ത് എല്ലാ അഭിനന്ദനവും പിന്തുണയും കൊടുത്തു. ഇതിനു മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? നയപ്രഖ്യാപനത്തിന് BJPയുടെ പിന്തുണ, BJP പ്രസിഡന്റ് നേരിട്ട് പോയി മുഖ്യമന്ത്രിക്ക് പിന്തുണ. കഴിഞ്ഞ 10 കൊല്ലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് കടന്നു വരാൻ BJP സംസ്ഥാന പ്രസിഡന്റിന് ധൈര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ പ്രശ്നമൊക്കെ അങ്ങ് മാറി. കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ മുന്നിൽ ഇനി വിലപേശൽ ഉണ്ടാവില്ല.
എല്ലാ യൂണിവേഴ്സിറ്റികളും ഗവർണർക്ക് വിട്ടുകൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഗവർണറുമായിട്ട് ഗുസ്തി പിടിക്കാനൊന്നും ഞങ്ങളില്ല. നമ്മൾ എന്തിനാ ഗുസ്തി പിടിച്ചത്? കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന RSS അജണ്ടക്കെതിരായിട്ടാണ് ഗുസ്തി പിടിച്ചത്. മതനിരപേക്ഷത സംരക്ഷിക്കാനാണ് ഗുസ്തി പിടിച്ചത്. ഒട്ടേറെ കാര്യങ്ങൾ ഈ 1.5 മാസത്തിനുള്ളിലുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇനി സമയം കൂടുതൽ എടുക്കണം എന്ന് കരുതുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് കരുതി. ഇപ്പൊ തന്നെ 1.25 മണിക്കൂർ ആവാറായി. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമേ ആയിട്ടില്ല. ഭരണം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഈ 1.5 മാസത്തിനുള്ളിൽ ഇത്രമാത്രം RSS വിധേയത്വവും ജനവിരുദ്ധതയും സ്വജനപക്ഷപാതവും പിടിപ്പുകേടും പ്രകടിപ്പിച്ച മറ്റൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോ പല വിധത്തിലുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ചു. തമ്മിലടി തുടങ്ങി എന്നർത്ഥം. നമ്മൾ കരുതിയ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും കോൺഗ്രസിലെ തമ്മിലടി എന്നാണ്. 6 മാസമൊന്നും വേണ്ട. ഒരു പ്രമുഖനായ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ 2 പ്രധാനപ്പെട്ട ജീവനക്കാർ ഇന്നലെ തർക്കം മൂത്ത് രാജിവെച്ചു എന്നാണ് വാർത്തയിൽ കാണുന്നത്. അപ്പോ കേരളം അർഹിക്കാത്ത ഒരു ദുരന്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വന്നത് എന്ന് ഈ ചുരുങ്ങിയ സമയം മലയാളി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കാം. കാരണം ഓഖിയും നിപ്പയും പ്രളയവും കോവിഡും മറികടന്നവരാണ് നമ്മൾ. UDF ഗവൺമെന്റിനെയും നമ്മൾ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.